ഇനി എന്തിനു വേണ്ടി ഈ ഒരു പ്രൊജക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഈ ഒരു പ്രൊജക്ട് ഞാൻ എന്തിനു സ്വീകരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് പ്രൊജക്ട് പറയുന്നതിന് മുൻപ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നമ്മുടെ ലൈഫിൽ. നമുക്ക് കേൾക്കേണ്ടതായിട്ടുള്ള, അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് നമ്മൾക്ക് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു 4 തരത്തിലുള്ള, നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ 4 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവര് പല രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആളുകൾ തന്നെയാണ്. അതിൽ ആദ്യത്തെയാണ് ബേസിക് നീഡ്സ്. അതായത് നമുക്കറിയാം, ഒരു സാധാരണക്കാരനെ പോലെ നമുക്ക് ചുറ്റും ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളാണ്. നമ്മളും ഒരു പക്ഷേ ജസ്പേഡിൽ വരുന്നതിന് മുന്നേ ആ ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന ആളുകൾ തന്നെയായിരിക്കും, അല്ലെ? അപ്പൊ ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്നവര്, അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ചെറിയ വേതനത്തില് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ജീവിക്കുന്നവര്, കൂടി വന്നാൽ ഒരു 750 1000 സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു വീട്, അതല്ലെങ്കിൽ ഒരു ടൂ വീലർ മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ സാധാരണയായിട്ട് ഉള്ളൊരു ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു സാധാരണ ജീവിതം, നോർമൽ നമ്മൾ കാണുന്ന ചുറ്റുപാടും കാണുന്ന ഒരു സാധാരണ ജീവിതം നയിക്കുന്ന കുറെ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ബേസിക് നീഡ്സ്, അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി നീഡ്സ്. നമുക്കറിയാം, അതിൽ നിന്ന് കുറച്ച്, അതായത് ആ ഒരു കാറ്റഗറിയിൽ നിന്ന് കുറച്ച് ഒരു പടി മുകളിലേക്ക് നിൽക്കുന്ന ഒരു കാറ്റഗറി ആളുകളെയാണ് സെക്യൂരിറ്റി നീഡ്സ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. അതായത് അവർക്കൊരു സാലറി ജോബ് ഉണ്ടാവും. നമുക്കറിയാം, സാലറി ജോബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റ് ആയിട്ട് ആ ഡേറ്റിന് നമുക്ക് ആ പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ അവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെ? EMI ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അത് കറക്റ്റ് ആയിട്ട് അവർക്കത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോ അവർക്ക് ഒരു LIC പോളിസി ഒക്കെ എടുത്തുകൊണ്ട് അവർ കുറച്ചൊന്ന് സെറ്റിൽ, അല്ലെങ്കിൽ ആ ഒരു സെക്യൂർ ആയ രീതിയിൽ ജീവിക്കുന്ന ഒരാളുകളെ, അവരുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1500 2000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആയിട്ട് അവര് കുറച്ച് ഹാപ്പി ആയിട്ട് കുറച്ച് ഹാപ്പി ആയിട്ട് ഒരു കാറ്, അത്യാവശ്യം ഒരു കാറ്, നമുക്കറിയാം കാർ എന്ന് പറയുമ്പോൾ 4 ചക്രമുള്ള എന്തിനേയും നമ്മൾ കാർ എന്ന് വിളിക്കും, അല്ലെ? അപ്പോ ആ ഒരു കാറ്, സാധാരണ ഒരു മാരുതിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാറ് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. സെക്യൂർ ആയിരിക്കും, മീൻസ് അവർക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം പെട്ടെന്ന് ഒരു അത്യാവശ്യം ഒരു സമയം നമ്മുടെ കയ്യിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അവർക്ക് ഹാൻഡിൽ ചെയ്യണം എന്ന് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത്, ഈ 2 കാറ്റഗറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സ്ട്രീം നീഡ്സ് ഉള്ള ആളുകളെയാണ്. അതായത് നമ്മൾ പറയുന്ന ലക്ഷറി ലൈഫ് അനുഭവിക്കുന്ന ആളുകൾ. നമുക്ക് ചുറ്റുപാടും അങ്ങനെയും കുറെ ആളുകൾ ജീവിക്കുന്നുണ്ട്, അല്ലെ? അവരുടെ ഒരു പ്രീമിയം കാർ ഉണ്ടാവും, അവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും. അവരുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാലും ആ രീതിയിൽ തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും, അല്ലെ? അവരെ പോലെ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു 4000 5000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീടൊക്കെ ആയിട്ട് അവരുടെ ലൈഫ് സെക്യൂർ ആയിരിക്കും. അവർ വളരെ ഹാപ്പി ആയിട്ട് ഒരു പ്രീമിയം ലെവലിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ഈ 3 കാറ്റഗറി ആളുകൾ കൂടാതെ വേറൊരു കാറ്റഗറി ആളുകൾ നമ്മളുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. അതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്ന ബിസിനസ്മാൻമാര്, ഇപ്പൊ ഈ കണ്ടവർ അത്രയും ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു സാലറി ജോബ് ചെയ്യുന്നവരെന്നല്ലേ. പക്ഷെ ഇവിടെ സംതിങ് ഡിഫറെന്റ്. അതായത് ബിസിനസ് ചെയ്യുന്ന ആളുകള്, നമുക്കറിയാം ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അവർ വളരെ ഹാപ്പി ആയിട്ട് ലൈഫിൽ ജീവിക്കുന്ന ആളുകളെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ബിൽഗേറ്റ്സ് ആണെങ്കിലും, ജോയാലുക്കാസ് ആണെങ്കിലും, രവി പിള്ളை ആണെങ്കിലും, അതുപോലെ തന്നെ അംബാനി, അദാനി, മോഹൻലാൽ, അതുപോലെ തന്നെ നമ്മുടെ യൂസഫ് അലി സർ, ഇത്രയും പേര് നമുക്കറിയാം. ഈ പറയുന്ന വ്യക്തികൾ അത്രയും ലൈഫിൽ ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രസൻസ് ഇല്ലെങ്കിൽ കൂടിയും അവരുടെ ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ട് ഒരു ദിവസം അവരുടെ വരുമാനം എന്ന് പറയുന്നത് കോടികളാണ്, അല്ലെ? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലോ അവരുടെ പ്രസൻസ് എല്ലാ സ്ഥലത്തും വേണമോ എന്ന് ചോദിച്ചാൽ വേണ്ട. കാരണം അവരൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി അവരുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ രീതിയിൽ ഇവര് ലൈഫിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവര് എങ്ങനെ ഈ പണം യൂസ് ചെയ്യുന്നു എന്ന്? നമുക്കറിയാം, അല്ലെ? ഇപ്പൊ ഒരുപാട് സഹായങ്ങൾ ഈ പറയുന്ന ഇതുപോലെ ജീവിക്കുന്ന ഇത്രയും ബൃഹത്തായിട്ടുള്ള ബിസിനസ് പാരമ്പര്യമുള്ള ആളുകൾ അവരുടെ നല്ല രീതിയിൽ അവരുടെ ഒരു അസറ്റ്, അല്ലെങ്കിൽ അവർക്ക് കൈ കിട്ടുന്ന ഒരു വരുമാനം അവര് ചാരിറ്റി ആയിട്ടും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മൾക്കും ആഗ്രഹമുണ്ട്. അപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കൂടിയാണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരിക എന്നത്. പക്ഷെ ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ഈ ബേസിക് നീഡ്സിൽ നിന്നും നമ്മൾ സെക്യൂരിറ്റി നീഡ്സിലേക്ക് കയറണം. അവിടെ നിന്ന് വീണ്ടും നമുക്ക് എക്സ്ട്രീം നീഡ്സ് ഉണ്ടായിരിക്കണം. വീണ്ടും അവിടെ നിന്ന് മാത്രമേ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെങ്ങനെ നമുക്ക് സാധിക്കും? ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് എങ്ങനെ ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലേക്ക്, അതായത് ആ ഒരു എക്സ്ട്രീം നമ്മുടെ ലൈഫിലെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്.
അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെൽത്ത് ട്രയാങ്കിൾ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 രീതിയിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിൽ ആദ്യം വേണ്ടത് ഹൈ ഇൻകം സ്കില്ലാണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. ആക്ട്രസ് ആണെന്നുണ്ടെങ്കിലും സ്പോർട്സിലാണെന്നുണ്ടെങ്കിലും മറ്റ് മേഖലയിലൊക്കെ ആണെങ്കിലും സിംഗർ, ഇപ്പോൾ യേശുദാസ്, മോഹൻലാല്, അതുപോലെ തന്നെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരൊക്കെ അവരുടെ കഴിവുകൾ, അവർക്കുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ചെറുപ്പത്തിലെ മുതൽ അവർ അതിനെ ഡെവലപ്പ് ചെയ്ത് അതിന്റെ എക്സ്ട്രീം ലെവലിൽ എത്തിക്കൊണ്ട് അവർ അതിൽ നിന്ന് ഇൻകം അല്ലെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്ന് വരെയാണ് അവരുടെ ആ എനർജിയും ടൈമും അവർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മേഖലയിൽ അവരുടെ ആ ഒരു മേഖല അവർ നിലനിൽക്കുന്നത്. ആ സമയത്ത് മാത്രമേ അവർക്ക് ആ രീതിയിലുള്ള ഒരു ഇൻകം ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ അല്ലെ. അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു സ്കില്ല് നമുക്കുണ്ടോ? നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു പ്രായം വെച്ചിട്ട് നമ്മളുടെ ആ ഒരു സ്കില്ല് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ എത്താൻ സാധിക്കോ? ഇല്ല അല്ലെ. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്, ഹൈ ഇൻകം സ്കില്ല്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്മാൻമാര് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് അവരവരുടെ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് ഇൻകം അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് അങ്ങനെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അതും പ്രാക്ടിക്കൽ അല്ല. പിന്നെ എങ്ങനെ? അതാണ് ചോദ്യം അല്ലെ. ആ ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്കറിയാം, ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ വളരെ തിരിച്ച് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് വളരെ വലുതായ രീതിയിൽ കിട്ടുന്ന, ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് നമുക്കിവിടെ ഈ ഭൂമിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരൊറ്റ പ്രൊജക്റ്റേ ഉള്ളൂ, റിയൽ എസ്റ്റേറ്റ്. എന്താണ് റിയൽ എസ്റ്റേറ്റ്? നമുക്കറിയാം, റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ചുറ്റും ഒരുപാട് പേര് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട് അല്ലെ. അതായത് ഇത് 3 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സ്ഥലങ്ങൾ വാങ്ങുക, അത് തിരിച്ചു വിൽക്കുക. വാങ്ങിയിടുന്ന ആളുകളെ നമുക്ക് കാണാറുണ്ട്. വില കുറവിന് സ്ഥലങ്ങൾ വാങ്ങിയിടുന്ന ആളുകളുണ്ട്. സെയിം അതുപോലെ തന്നെ അതിനൊരു സമയം വരുമ്പോൾ അവരത് തിരിച്ച് അത് വിൽക്കുന്ന ആളുകളെ നമുക്ക് സെല്ലിങ്, അതായത് സെല്ല് ചെയ്യുക, അങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ട്. പിന്നെ അവിടെ ബിൽഡിംഗ് പണിതുകൊണ്ട്, അതായത് അവർ വാങ്ങുന്ന ഭൂമിയിൽ ബിൽഡിംഗ് ഒക്കെ പണിതുകൊണ്ട് അത് റെന്റിന് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഈ 3 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റിനെ നമുക്ക് തിരിക്കാം. അങ്ങനെയെങ്കിൽ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ്, അതായത് ഭൂമി ഇടപാടാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക്, ഭൂമിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാം. അതായത് നമ്മളുടെ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹം 450 കോടി വർഷങ്ങൾ മുൻപേ ഉള്ള ഒരു ഗ്രഹം തന്നെയാണ്. ഇനി ഒരു 750 കോടി വർഷം കൂടി നമ്മുടെ ഭൂമി ഇവിടെ നിലനിൽക്കും. അതിൽ നമുക്കറിയാലോ, ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ജലമാണ്, 71% വെള്ളമാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഭാഗം, അതായത് 21% ഷോറുകളായിട്ടും 33% ഡെസേർട്ടുകളായിട്ടും 31% ഫോറസ്റ്റ് ആയിട്ടും 21% മൗണ്ടൻ, അതായത് കുന്നുകളും മലകളൊക്കെ ആയിട്ടും ഒരു 10% ഗവൺമെന്റ് പ്രോപ്പർട്ടിയുമായിട്ട് നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അതായത് വെറും 5% മാത്രമാണ് ഈ ഭൂമിയിൽ കൈമാറ്റ വിനിമയം ചെയ്യാൻ സാധിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല, നമുക്കറിയാം അത് 1/day, അതായത് ഡേ ബൈ ഡേ അത് അതിന്റെ ആ ഒരു ഇത് 5% എന്നുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ കേരളത്തിന്റെ ആ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ 96 ലക്ഷം ഏക്കറാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുള്ളത്. അതില് 70,000 ഏക്കർ നമ്മുടെ ലേക്കുകളൊക്കെ ആയിട്ട്, അതായത് പുഴകളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഏരിയ, 70,000 ഏക്കർ അങ്ങനെ പോകുന്നു. 25,000 ഏക്കർ മറ്റ് ബാക്ക് വാട്ടറുകളൊക്കെ ആയിട്ട്, കുഞ്ഞു കുഞ്ഞു തോടുകൾ, പുഴകൾ അങ്ങനെയുള്ള ഇതായിട്ട് അങ്ങനെ ഒരു 25,000 ഏക്കർ അങ്ങനെ പോകുന്നു. പിന്നെ ഉള്ളത് 32% അത് കാടായിട്ടും പോകുന്നു. അപ്പോ നമ്മുടെ കേരളത്തിൽ ആകെ നമുക്ക് വിൽക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വാങ്ങാൻ സാധിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് 10 മുതൽ 12 ലക്ഷം ഏക്കേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വരും കാലഘട്ടത്തിലോ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ? പോപ്പുലേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഒരു കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്ന് മാറി അണുകുടുംബത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും ഇപ്പൊ ഭൂമി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റുകളൊക്കെ കുറയുന്നു. അതായത് 5 സെന്റ് 10 സെന്റ് എന്നുള്ളത് മാറി ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിനാണ് ഇനി ഭൂമി നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീണ്ടും റിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ, ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ പറയുന്നത് പോലെ സ്ഥലം വാങ്ങുക, വിൽക്കുക, ആ വാങ്ങിയ സ്ഥലത്ത് ബിൽഡിംഗ് പണിത് അത് വിൽക്കുക അല്ലെങ്കിൽ റെന്റിന് കൊടുക്കുക, ആ രീതിയിലേക്ക്. അതുമല്ലെങ്കിൽ സ്റ്റാൻഡിങ് ടിമ്പേഴ്സ്, അതായത് നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് വിലപിടിപ്പുള്ള മരങ്ങൾ വെച്ച് നട്ടു വളർത്തി അത് വെട്ടി വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ രീതിയിലേക്ക്
അതുപോലെ നാച്ചുറൽ റിസോഴ്സസ് നമുക്കറിയാം, കരിങ്കൽ ക്വാറികൾ, അങ്ങനെയുള്ള നമ്മുടെ നാച്ചുറൽ ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇവിടെ ജസ്പേഡ് പരിചയപ്പെടുത്തുന്ന പ്രൊജക്ട് സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് ആണ്. അതായത് നമുക്കറിയാം ഈ ഒരു കേരളത്തില് റിയൽ എസ്റ്റേറ്റ്, അതായത് 1400 ഏക്കറുകൾ 14 ജില്ലകളിലായി 100 ഏക്കർ വീതം 1400 ഏക്കർ 5 സെന്റ് പ്ലോട്ട് തിരിച്ചുകൊണ്ട് 28,000 പ്ലോട്ടോട് കൂടി 2 ഏക്കർ വീതം 700 പ്രൊജക്റ്റ് ആണ് ഇവിടെ കമ്പനി പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ സ്റ്റാൻഡിങ് ടിമ്പേഴ്സിൽ എന്താണ് ഇവിടെ നട്ടു വളർത്താൻ പോകുന്നത്, അല്ലെങ്കിൽ കൾട്ടിവേഷൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, വില കൂടുതൽ, അതായത് വളരെ വില കൂടുതലുള്ള മരങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ഒരുപാട് മരങ്ങൾ നമ്മളുടെ ഈ ഒരു ലോകത്ത് വളരെ വിലപിടിപ്പുള്ള മരങ്ങളുണ്ട്. അതില് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും തനതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്ന് പറയാൻ സാധിക്കുന്ന ഒന്നാണ് സാൻഡിൽവുഡ്. ഇനി സാൻഡിൽവുഡ് എന്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ, അതായത് ഈ ഫെബ്രുവരിയിൽ നടന്ന ബഡ്ജറ്റിൽ നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിനെ ഈ ഒരു ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിന്റെ നിയമങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം നമ്മളുടെ ഈ ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു വർഷം, പ്രതിവർഷം നമ്മൾക്ക് 1000 ടൺ 2000 ടൺ ചന്ദനം അല്ലെങ്കിൽ സാൻഡിൽവുഡ് ആണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ ഇവിടെ 100 ടണ്ണും താഴെ, അതിൽക്ക് താഴെയാണ് ഈ പറയുന്ന സാൻഡിൽവുഡ് കൾട്ടിവേഷൻ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വിദേശ നാണ്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മറ്റൊരു അല്ലെങ്കിൽ ഒരു മേഖല കൂടിയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ചന്ദനം നമ്മൾ ഇമ്പോർട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടത്തെ കുറവ് മൂലം നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന്, അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യൻ ചന്ദനം അവർ അവിടെ കൊണ്ടുപോയി നട്ടു വളർത്തി അവിടെ നിന്നും കൾട്ടിവേഷൻ ചെയ്ത് തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചന്ദനത്തിന്റെ ആ ഒരു ലഭ്യത കുറവ് മൂലം, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഇനി വരും കാലഘട്ടത്തിൽ ചന്ദനത്തിന്റെ ലഭ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് ഇത്ര നല്ലൊരു സപ്പോർട്ട് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജസ്പേഡും നമ്മളുടെ ഈ ഒരു സാൻഡിൽവുഡ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്ട് എന്ന് പരിചയപ്പെടാം. 5 സെന്റ് ഭൂമിയിൽ 20 സാൻഡിൽവുഡോട് കൂടിയിട്ടാണ് ഇവിടെ പ്രൊജക്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അതിൽ 10 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് റേറ്റ് വരുന്നത്. അത് 10 മുതൽ 15 എന്ന് പറയുന്നത് ഓരോ ഏരിയയിലേക്ക് മാറുമ്പോൾ നമുക്ക് റേറ്റ് വ്യത്യാസം വരും. അങ്ങനെ ഈ പറയുന്ന 5 സെന്റിലെ 20 മരത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ പ്ലോട്ടുകൾ തിരിച്ച് ആധാരം, അതായത് ആ 5 സെന്റ് ഭൂമി ആധാരം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി സാൻഡിൽവുഡിലേക്ക് കിടക്കാം. ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം, സാൻഡിൽവുഡ് എന്ന് പറയുമ്പോൾ ഒരു 15 വർഷം, 10 മുതൽ 15 വർഷം വരെയാണ് ആ ഒരു സാൻഡിൽവുഡ് മുറിച്ച് വിൽക്കാൻ സാധിക്കുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ടൈമിൽ ഒരു സാൻഡിൽവുഡിന്റെ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് 20 കിലോ, അതായത് ടോട്ടൽ 200 കിലോ ആണെന്നുണ്ടെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ സാൻഡിൽവുഡ് ആണെന്നുണ്ടെങ്കിൽ 20 കിലോ ഹാർഡ് വുഡ് ഉണ്ടാവും. അതിൽ ഇപ്പോഴത്തെ റേറ്റ്, അതായത് 20,000 രൂപയാണ് 2023 റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു റേറ്റ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപയാണ് ഹാർഡ് വുഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ വരുന്ന ബാക്കിയുള്ള ചന്ദനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലയൊഴിച്ച് ബാക്കിയെല്ലാം, അതായത് ആ മരത്തിന്റെ ഇലയൊഴിച്ച് ബാക്കിയെല്ലാം യൂസബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റ് ഒരു 180 കിലോ അതുകൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2000 രൂപ വെച്ചിട്ട് അതും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3,60,000 രൂപയാണ് ആ ഒരു 180 കിലോയിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് ടോട്ടൽ ഒരു ട്രീയിൽ നിന്നും, ഒരു സാൻഡിൽവുഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 7,60,000 രൂപ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു 5 സെന്റില് 20 പ്ലാന്റ്. അങ്ങനെയെങ്കിൽ 20 ട്രീസിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന 7,60,000 രൂപ വെച്ച് 1,52,00,000 രൂപയാണ് നമുക്ക് ഇവിടെ ഇന്ന് നമ്മളൊരു സാൻഡിൽവുഡ് കൾട്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ, മുറിച്ച് വിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ്, ചന്ദനത്തിന്റെ റേറ്റ് എങ്ങനെയാണ് ഇത്രയും വ്യത്യാസമായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഇൻക്രീസിങ് എന്ന് നമുക്ക് നോക്കാം. 1980 ചന്ദനത്തിന്റെ 1 കിലോ റേറ്റ് എന്ന് പറയുന്നത് വെറും 20 രൂപയായിരുന്നു. അത് 1990 എത്തിയപ്പോൾ അത് 200 രൂപയിലേക്ക് മാറി. 2008 അത് 3000 രൂപയായിട്ട് മാറി. 2023 20,000 രൂപയായിട്ട് മാറി. അങ്ങനെയെങ്കിൽ ഈ ഒരു ലെവൽ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 2038 അത് 87,500 കിലോ രൂപയാണ് 1 കിലോ ചന്ദനത്തിന് കണക്കാക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ കണക്കല്ല. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചിട്ട് അതിന്റെ അധികൃതർ പറയുന്നത് 1 ലക്ഷത്തിന് മേലെ പോകും എന്നാണ്. നമ്മളിത് അതൊന്ന് കുറച്ചിട്ട് 87,500 രൂപയായിട്ട് കണക്കാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു 15 വർഷത്തിന് ശേഷം നമ്മൾക്ക് കിട്ടാൻ പോകുന്ന കണക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ 20 കിലോയ്ക്ക് ഹാർഡ് വുഡിന് 87,500 രൂപ വെച്ചിട്ട് 17,50,000 രൂപ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ.
ടോട്ടലായിട്ട് അതിന്റെ എമൗണ്ട് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 20 സാൻഡൽവുഡിൽ നിന്നും 17,50,000 രൂപ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ 3,50,00,000 രൂപയാണ് 15 വർഷത്തിന് ശേഷം 2038 നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ്. ഇവിടെ നമ്മൾ ചെലവാക്കിയതോ കൂടി വന്നാൽ 10 മുതൽ 15 ലക്ഷം രൂപ വരെ. ഇവിടെ ചിന്തിക്കാനുള്ളത്, ഞാൻ ഈ പ്രൊജക്ട് സ്വീകരിക്കണോ വേണമോ, എനിക്കിതിന് ആവശ്യമുണ്ടോ? കാരണം ഇവിടെ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ്. അതായത് 15 വർഷത്തിന് ശേഷമുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞല്ലേ. എനിക്കിത് വേണമോ? നമ്മൾ ചിന്തിക്കും അല്ലെ, ഇത് ഞാൻ സ്വീകരിക്കണോ, ഈ ഒരു പ്രൊജക്റ്റിൽ ഞാൻ ഭാഗമാകണോ വേണ്ടയോ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയും ഞാൻ വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. നമുക്കറിയാലേ, നമ്മളെ വളർത്തിയതൊക്കെ നമ്മുടെ മാതാപിതാക്കളാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു 30 വയസ്സിന് മേലെ, നമ്മുടെ ലിൻസൺ സാർ പോലെയുള്ള കുറച്ച് പേര് മാത്രമേ വയസ്സ് കുറവുള്ളൂ. ബാക്കി എല്ലാവരും 30 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അപ്പൊ നമ്മളെ ഇത്രയും നാളും നോക്കി നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിവാഹം, മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ്. ഇപ്പൊ നമ്മളൊരു ലൈഫിലേക്ക് വന്നു, 30 വയസ്സ് കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, നമ്മളൊരു കുടുംബമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉത്തരവാദിത്വം വെച്ചു അല്ലെ. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ലൈഫിന് വേണ്ടിയിട്ടൊക്കെ സേവ് ചെയ്തുകൊണ്ട് ഒരു 60 വയസ്സ് വരെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എനർജറ്റിക് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാലോ വീണ്ടും ആ 60 വയസ്സ് മുതൽ ഒരു 90 വയസ്സ് വരെ 30 വർഷം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മൾ അതിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗം നിങ്ങളായിരിക്കണം. കാരണം നമുക്കറിയാം, ഒരു പെൺകുട്ടി നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഒരു കുഞ്ഞുകുട്ടി, ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വിവാഹമായിരിക്കും. അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ് നമ്മളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ആൺകുട്ടിയാണ് നമ്മളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ നല്ല രീതിയിൽ പണം ചിലവാകുന്ന ഒരു സമയമാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലേ. അപ്പൊ നമ്മളുടെ വീട്ടില് ഈ പറയുന്ന പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിരിക്കണം. കാരണം ഭാവിയിലേക്ക് വേണ്ടി 15 വർഷത്തിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവന്റെ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞ് അവനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും അവന്റെ ലൈഫിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പണം ആവശ്യമാണ്. അവന് വേണ്ടിയിട്ട്, ആ ഒരു മകന് വേണ്ടിയിട്ട് നമുക്കിത് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മളുടെ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവളുടെ വിവാഹം തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം അല്ലെ. നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളുടെ ആഗ്രഹം എന്ന് പറയുന്നത് പെൺകുട്ടിയെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു കൊടുക്കുക. ഒരു 3,52,00,000 രൂപ അക്കൗണ്ടിലുള്ള ഒരു പെൺകുട്ടിയെ നമ്മളുടെ വീട്ടിൽ നിന്ന് രാജകുമാരിയായിട്ട് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ചെന്ന് കയറുന്ന വീട്ടിൽ, അതായത് വിവാഹം കഴിച്ചു കൊടുക്കുന്ന വീട്ടിൽ രാജ്ഞിയെ പോലെ വാഴാനായിട്ട് നമ്മുടെ മകൾക്ക് സാധിക്കും. അപ്പോ ആ ഒരു മകൾക്ക് വേണ്ടിയും ഇത് അസറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതൊന്നും വേണ്ട, നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും നമ്മളുടെ റിട്ടയർമെന്റ് ലൈഫ്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും? നമുക്കറിയാം മാതാപിതാക്കൾ ഇപ്പോ പെൻഷന് വേണ്ടി, പെൻഷൻ കിട്ടാത്ത എത്രയോ കുടുംബങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായമായവര് മരുന്ന് മേടിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ടല്ലേ. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമോ ഇല്ലയോ, വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിൽ കൂടിയും നമുക്ക് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും നമ്മുടെ കുട്ടികളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ലൈഫ് സെറ്റിൽ ആക്കിക്കൊണ്ട് ഹാപ്പി ആയിട്ട് നമ്മളുടെ റിട്ടയർമെന്റ് ലൈഫ് ജീവിക്കാനും സാധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വരണം. എന്നാൽ മാത്രമേ 15 വർഷത്തിന് ശേഷം ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ്, ഏത് രീതി എടുത്തു നോക്കിയാലും, നമ്മുടെ കുടുംബത്തിന്റെ ഏത് രീതി എടുത്തു നോക്കിയാലും നമുക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടു അല്ലെ. ഇനി നമുക്ക് വേറെ കുറച്ച് ആൾക്കാരെ ഒന്ന് പരിചയം. വേറൊന്നുമല്ല, നമുക്ക് ചുറ്റും ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട്, ഈ സാഹചര്യങ്ങളെല്ലാം നിന്നുകൊണ്ട് പല രീതിയിൽ ജീവിതം കളിച്ചു തീർക്കുന്ന ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് റെഫ്യൂസ് ടു പ്ലേ. അതായത് ചില ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലേ, ഒരിക്കലും അവർക്ക് ഇത്രയൊക്കെ മതി, ഇങ്ങനെ മതി, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ മതി, ഞാൻ ഹാപ്പിയാണ് ഈ ലൈഫിൽ എന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇല്ലാതുണ്ടോ? ഇല്ല, അവർക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അവർക്ക് കിട്ടുന്ന ആ വരുമാനത്തിൽ, അല്ലെങ്കിൽ അവരിപ്പോ ജീവിക്കുന്ന ലൈഫിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറെ ആളുകളെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. പിന്നെ പ്രിട്ടൻ ടു പ്ലേ, അതായത് നമുക്ക് മുമ്പിൽ അഭിനയിച്ച് തീർക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഈ ലൈഫിൽ, എനിക്ക് ഇത്രയൊക്കെ, ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ട് എന്ന് ചിന്തിച്ചാൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറേ ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലേ. അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം അഭിനയിച്ച് തീർക്കുകയാണ് അവരുടെ ലൈഫ്. പിന്നെയുള്ളത് പ്ലേ നോട്ട് ടു ഫെയിൽ, അതായത് തോൽക്കാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുൻപിൽ തോൽക്കാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആള്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കുറെ പേര്, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ ആ ഒരു മൂന്നാമത്തെ കാറ്റഗറിയിൽ ഉണ്ടായിരിക്കാം ജസ്പേഡിൽ വരുന്നതിന് മുൻപ്.
ഇനി നാലാമത്തെ ഒരു കാറ്റഗറിയെ പരിചയപ്പെടാം. ഇവിടെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവരെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പ്ലേറ്റുവിൻ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3 കാറ്റഗറിയിലുള്ള ആളുകളും 89% ആളുകളും നമ്മുടെ ചുറ്റുപാടുമുള്ള 89% ആളുകളും നേരത്തെ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ളവരാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ബാക്കിയുള്ള ആ മെമ്പേഴ്സ് എല്ലാവരും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മെമ്പേഴ്സിനെ എല്ലാവരും പ്ലേറ്റുവിൻ വിജയിക്കാൻ വേണ്ടി വന്നവരാണ്, അല്ലെ? നമ്മൾ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ തന്നെ വന്നിട്ടുള്ളവരാണ്. അപ്പോ ഈ ഒരു പ്രൊജക്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമാണെന്ന് കണ്ടുകൊണ്ട്, തിരിച്ചറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരെ ഈ പറയുന്ന കോടീശ്വരന്മാരാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു അവസരം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ജസ്പേഡ് നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ള ആ തീരുമാനം എടുത്തുകൊണ്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറ്റിയിട്ടുള്ള എല്ലാവരോടും എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, തോറ്റു കൊടുക്കരുത്. ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഇവിടെ ഈ ഭൂമിക്ക് ചുറ്റും കാണുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം നമുക്ക് തന്നെ ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. അതിന് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ് ജസ്പേഡ് ഇന്റർനാഷണൽ, അതുപോലെ തന്നെ ഈ ഒരു സാൻഡൽവുഡ് പ്ലാന്റേഷൻ. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന്റേഷനിലേക്ക് കടന്നു വരിക, ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകുക. എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.